ഹായ്, സർക്കിട്ട് എന്നുള്ളൊരു മൂവി കണ്ടായിരുന്നു. നമ്മുടെ ആസിഫ് അലിയുടെ പുതിയ മൂവിയാണ്. ഇന്നലെയാണ് പോയി കണ്ടത് സർക്കിട്ട് എന്നുള്ളൊരു മൂവി. ഈ മൂവി മെയിനായിട്ട് ഫുള്ളി നടക്കുന്നത് അങ്ങ് ദുബായിലാണ്. ദുബായിൽ നമ്മൾ ജോലി കിട്ടാനായിട്ട് സ്ട്രഗിൾ ചെയ്യുന്ന കഥ, അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതിൽ. ഓരോരുത്തർക്കും ഓരോരോ കഥകളുണ്ട് എന്ന് തന്നെ പറയാം. അങ്ങനെ ഒരുപാട് കഥകളുണ്ട് ഇതിൽ. മെയിനായിട്ട് ADHD ബാധിച്ച ഒരു കുട്ടിയുടെ ഫുള്ളി ഒരു കഥയാണ്. ആ കുട്ടിയുടെ അഭിനയം ഒരു രക്ഷയില്ല. സത്യത്തിൽ നല്ല അതിഗംഭീരമായിട്ട് ആ കുട്ടി ചെയ്തിട്ടുണ്ട്. ഫുള്ളി മെയിനായിട്ട് ഈ കുട്ടിയുടെ അച്ഛനും അമ്മയും ജോലിക്ക് പോകുന്ന ടൈമിൽ ഈ കുട്ടിയെ നോക്കാൻ അവർക്ക് സമയം കിട്ടുന്നില്ല. അപ്പോൾ കുട്ടിയെ ഇവരെ റൂമിൽ പൂട്ടിയിട്ടൊക്കെയാണ്, ലോക്ക് ചെയ്തിട്ടൊക്കെയാണ് പോകുന്നത്. അപ്പം ആ കുട്ടിക്ക് ഒന്ന് സംസാരിക്കാൻ പോലും അവിടെ ആരുമില്ല. അപ്പോൾ അതാ ഒരു കഥയാണ്. അപ്പോൾ യാദൃശ്ചികമായിട്ട് അവിടെ ആസിഫ് അലി ആ കുട്ടിയായിട്ട് മിങ്കിളാവുന്നു. അങ്ങനെ ആ ഒരു ഫുള്ളി കഥയാണ്. പിന്നെ ഇതിൽ യാദൃശ്ചികമായിട്ട് ആ കുട്ടിയെ ആസിഫ് അലി കണ്ടുമുട്ടുന്നു. അങ്ങനെ ഇവർ തമ്മിലൊരു കണക്ഷൻ ബിൽഡാവുന്നു. അങ്ങനെയൊക്കെയാണ് ഇതിൽ ഒരു കഥ എന്ന് പറയുന്നത്. പിന്നെ ഇതിൽ മെയിനായിട്ട് ആസിഫ് അലി ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന ഒരാളാണ്. ദുബായിൽ ജോലിക്ക് വേണ്ടി ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് കുറേ നാളായിട്ടും ജോലി കിട്ടാതെ വിസയുടെ കാലാവധിയൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ് ആസിഫ് അലിയുടെ കഥാപാത്രം എന്ന് പറയുന്നത്. അതിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കര ഒരു ഫീലായൊരു സീൻ എന്താണെന്ന് വെച്ചാൽ, ആസിഫ് അലിയുടെ റൂംമേറ്റ്സ് അവിടെ റൂമിലൊരു മോഷണം നടന്നു. കുറച്ച് പൈസ കാണാതായി. അതിൽ ഇവര് ആസിഫ് അലിയാണ് സംശയിക്കുന്നത്. ആ ഒരു രംഗമൊക്കെ എന്താ പറയുക, നമുക്ക് തന്നെ കണ്ടാൽ തന്നെ നമുക്കതിൽ കാണുമ്പോൾ തന്നെ നമുക്കതൊരു ഫീലാവും. ആ ഒരു സീനൊക്കെ കാണുന്ന ടൈമിൽ തീർച്ചയായിട്ടും ആരും അധികം പ്രതീക്ഷിച്ചിട്ട് പോവണ്ട. ജസ്റ്റ് ഒരു കുഞ്ഞു സിനിമയാണ്. അത് കോമഡി കാര്യങ്ങളും അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു മൂവിയാണ്. എല്ലാവരും ജസ്റ്റ് തിയേറ്ററിൽ പോയിട്ടൊന്ന് വാച്ച് ചെയ്യാം.